ഭാരതീയരുടെ ജീവിതവുമായിട്ട് കെട്ടുപിണങ്ങി കിടക്കുന്ന ഇതിഹാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രാമായണം. അതുപോലെ തന്നെ മഹാഭാരതം. അല്ലെ, നമ്മള് രാമായണം എന്ന് പറഞ്ഞാൽ നമ്മള് രാമായണ പാരായണം തന്നെ ഉണ്ട്. നമ്മൾ രാമായണ പാരായണം എന്ന് പറയുന്നത് തന്നെ പുണ്യ ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത് പറയാനുള്ള കാരണം ഈ ഭാഗവതം ആണ് പാരായണം ചെയ്യപ്പെടുന്നത്. ഭാഗവതം സപ്താഹം എന്നാണ് പറയുന്നത്. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചു തീരും. അത് അഹമാണ്, പകല് മാത്രമേ അത് വായിക്കൂ. അതെ, രാമായണത്തിന് പ്രത്യേക വിശേഷം എന്ന് വെച്ചാൽ അഹോരാത്രം വായിക്കും. അഹോരാത്രം വായിക്കും. അതാണ് രാമായണത്തിനുള്ള പ്രത്യേകത. ഭാഗവത പാരായണവും രാമായണ പാരായണവും തമ്മിലുള്ള വ്യത്യാസം. കാരണം അത് പകല് മാത്രം വായിച്ചു നിർത്തും. 5 മണിക്ക്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, പലരും ശ്രദ്ധിക്കേണ്ടത്. 5 മണിക്ക് നിർത്തുമല്ലോ. അഹമാണ്. അതെ. നവാഹം എന്നുവെച്ചാൽ ദേവി ഭാഗവതം അങ്ങനെ ഉണ്ട്. അത് 9 ദിവസം വായിക്കും. അതും പകലേ ഉള്ളൂ. പക്ഷേ അസ്തമയത്തിന് മുമ്പ് നിർത്തും. ഇതിന് മാത്രം രാമായണത്തിന് മാത്രം അഹോരാത്രം അത് എപ്പോഴും വായിക്കാം. മനസ്സിലായി. പിന്നെ ഇതില് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതി. അങ്ങനെ അതെന്താണ്? ഓരോ രാമയ്ക്കും ഓരോ അർത്ഥമാണ്. ഇതിനകത്ത് വരുന്ന രാമയെല്ലാം എണ്ണി നോക്കണം. ഈ രാമയ്ക്കെല്ലാം 96 തത്വങ്ങൾ അടക്കിയിട്ടാണ് രാമൻ. ഒരു രാമയ്ക്ക് ഒരു അർത്ഥമല്ല, 96 അർത്ഥങ്ങൾ അടങ്ങിയതാണ് ഈ രാമായണത്തിനകത്ത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ബീജാക്ഷര പ്രയോഗം എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ ഒരക്ഷരം പോലും നമുക്ക് കളയാൻ പറ്റും. അത് നമ്മൾ വായിച്ച് വീട്ടിനകത്ത് ശബ്ദവിന്യാസത്തിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് ആധ്യാത്മിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. തീർച്ചയായും അതിനകത്ത് മാനസികമായ കേന്ദ്രീകൃതമായിട്ട് മനസ്സിരിക്കുന്നുവെങ്കിൽ മനസ്സിന് ശുദ്ധമുണ്ടാകും. അതുമാത്രമല്ല, വീട്ടിനകത്തൊരു ആധ്യാത്മിക ചൈതന്യം, മനസ്സിനകത്ത് ആധ്യാത്മിക ചൈതന്യം ഉണ്ടാകും. അവർക്ക് അധർമ്മം ചെയ്യാൻ ഒക്കില്ല. ഇതാണ് പ്രശ്നം. മനസ്സിലായി. അധർമ്മികളാകാൻ ഇവർക്ക് പറ്റില്ല. അതാണ്. കാരണം ആത്മാവ് സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാമായണം വായിക്കുന്നതുകൊണ്ട് നേട്ടം അതിനുണ്ടാവും, കുടുംബ ഭദ്രതയുണ്ടാവും. അതിങ്ങനെ ഇപ്പൊ നമ്മള് കർക്കിടകത്തിൽ വായിക്കുന്നതെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഏത് കാലത്തും വായിക്കാം. ഇല്ല, ഏത് കാലത്തും വായിക്കാം. ഈ കർക്കിടക